നമ്മുടെ പ്രേക്ഷകരോട്, സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകരോട് ഞങ്ങളുടെ അഭ്യർത്ഥന എന്ന് പറയുന്നത്, പല ചെറുപ്പക്കാരും പാമ്പ് എന്താണെന്ന് അറിഞ്ഞൂടാതെ പാമ്പിനെ പിടിക്കാനായി പോയി അപകടഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത്. ഒരു കാരണവശാലും പത്രവാർത്തയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ധന ലാഭത്തിന് വേണ്ടിയോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമല്ല ഞങ്ങളുടെ ഈ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം. നമ്മുടെ കേരളീയരുടെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ പാമ്പ് എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമായ ചിന്തകളിൽ നിന്ന് അതിന് ഭയമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടിയാണ് ഞങ്ങൾ ഇതുവഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങളാരും അനുകരിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു വർഷാവസാനം നവംബർ, ഡിസംബർ, ജനുവരി പകുതി വരെ പാമ്പുകളുടെ എണ്ണച്ചേരൽ സമയമാണ് നമ്മുടെ നാട്ടിൽ. പാമ്പുകൾ എന്ന് പറയുമ്പോൾ ചേരയും പാമ്പാണ്. ചേരയുടെയും എണ്ണച്ചേരൽ സമയമല്ല ഇപ്പോൾ. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ മൂർഖനും അണലിയും ഇണചേരുന്ന സമയമാണ്. ഇപ്പോൾ ഇനി അങ്ങോട്ട് ഡിസംബർ തീരുകയാണ്. അപ്പോൾ ജനുവരി തുടങ്ങി ജനുവരി പകുതി വരെ ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പാമ്പുകൾ ചുറ്റിപ്പനയുന്നത് നമുക്ക് കാണാൻ പറ്റും. പാമ്പുള്ള സ്ഥലങ്ങളിൽ അപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയണം, ദേഹത്ത് വട്ടമുള്ളതാണെങ്കിൽ കുറുകയല്ല, ദേഹത്ത് തല മുതൽ ഡിസൈൻ വാലറ്റം വരെ പോകുന്നത് അണലി എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതുപോലെ മുറുക്കൻ പാമ്പുകൾ തമ്മിൽ ഇണചേരുകയാണെങ്കിൽ വലിയ തലയായിരിക്കും. തല പോലെ തന്നെ തലയുടെ അതേ കനമുണ്ടാവും ശരീരത്തിന്. ഒരുമിച്ച് ചുറ്റിപ്പനയുന്നുണ്ട്. ഒരിക്കലും ചേരയും പാമ്പും ഇണചേരാൻ പോകുന്നില്ല. ഇതൊക്കെ നമ്മുടെ അമ്മമാർ അറിഞ്ഞു വെക്കണം, നമ്മുടെ ഗുരുജനങ്ങൾ അറിഞ്ഞു വെക്കണം. അതുപോലെ നമ്മുടെ പ്രേക്ഷകരുടെ വീണ്ടും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആവർത്തിച്ചതാണ്, വീട്ടിൻ്റെ പരിസരങ്ങളിൽ ഈ അടുത്ത മാസം മാർച്ച്, ജനുവരി, ഫെബ്രുവരി ലാസ്റ്റ് മുതൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അടുക്കളയുടെ പിന്നിലൊന്നും ചിരട്ട, തൊണ്ട് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ കൂട്ടി വെക്കരുത്, വേസ്റ്റ് കൂട്ടി വെക്കരുത്. കാരണം മാർച്ച് മാസം, ഏപ്രിൽ മാസമൊക്കെ അണലി പ്രസവിക്കുന്ന സമയമാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ മുറുക്കൻ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന സമയമാണ്. അപ്പോൾ ഈ സാഹചര്യം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പല വഴിക്ക് സ്പ്ലിറ്റായി പോകുമ്പോൾ നിങ്ങൾ തൊണ്ടൊക്കെ തണുപ്പുള്ളതാണ്, തൊണ്ടിൻ്റെ അടിയിലൊക്കെ വന്ന് പതിയിരിക്കുകയും ചെയ്യും. നിങ്ങൾ അറിയാതെ ചെന്ന് തൊണ്ടെടുക്കുമ്പോൾ കടി വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അപകടം വിലയ്ക്ക് വാങ്ങാതിരിക്കുക.